10 വർഷത്തിലേറെയായി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന 36-കാരിയായ മോണിക്ക ബിബാസോ ഒരു വർഷം മുമ്പ് ഹമാസ് ഭീകരരെ ഭയന്ന് വീട്ടിൽ ഒളിച്ചിരുന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ആ ഭയം വിട്ടുമാറിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഗാസയുടെ അതിർത്തിക്കടുത്തുള്ള കിബട്സ് ബീറിയിൽ ബോംബുകളുടെയും വെടിവെപ്പിൻ്റെയും ശബ്ദം കേട്ടായിരുന്നു മോണിക്ക അന്ന് എഴുന്നേൽക്കുന്നത്. മോണിക്കയുടെ വീട് വളഞ്ഞ ഭീകരർ ജനൽ ചില്ലുകൾ തകർക്കുകയും വീടിന് തീ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇന്ന് താൻ താമസിക്കുന്ന റിസോർട്ടിൽ ഉറങ്ങുമ്പോഴും അന്നത്തെ ഓർമ്മകൾ മനസ്സിൽ വരുമ്പോൾ ഭയന്ന് ഞെട്ടി എഴുന്നേൽക്കാറുണ്ടെന്നും മോണിക്ക പറയുന്നു. ഇസ്രായേലിൽ ഏകദേശം 1200 പേരുടെ ജീവൻ അപഹരിച്ച ഈ ആക്രമണത്തിൽ 30-ലധികം ആളുകളെ ഹമാസ് ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിൽ 11 പേർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഈ അപകടത്തിൽ നിന്നും മോണിക്ക മാത്രമല്ല രക്ഷപ്പെട്ടത്. അവൾ ശുശ്രൂഷിച്ചിരുന്ന ഡിമെൻഷ്യ ബാധിച്ച 81-കാരിയായ എസ്റ്റർ റോട്ടിനെയും അവൾക്ക് ഭീകരരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചു. ആ സമയങ്ങളിൽ പ്രതീക്ഷ കൈവിടാതെ ദൈവത്തോട് നിർത്താതെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം അവിടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുവെന്നും മോണിക്ക പറഞ്ഞു. ആക്രമണത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തൻ്റെ കുടുംബവുമായും മറ്റ് സഹപ്രവർത്തകരുമായും ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ചാർജ് തീർന്നതോടെ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നീട് നീണ്ട 16 മണിക്കൂറോളം ഭീകരർ വളഞ്ഞ കെട്ടിടത്തിൽ കുടുങ്ങിയ അവസ്ഥ. സൈറനുകൾ കേട്ടപ്പോൾ തനിക്കൊപ്പമുള്ള വൃദ്ധയായ സ്ത്രീയെ ഉണർത്തി അവർക്ക് മരുന്ന് നൽകിയ ശേഷം വീട്ടിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു മുറിയിലേക്ക് മാറി. വെടിയൊച്ചകൾ കൂടുതൽ അടുത്തു വന്നതോടെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയെന്ന് മോണിക്ക പറഞ്ഞു. ആ ഘട്ടത്തിലും ദൈവത്തോടുള്ള പ്രാർത്ഥന അവൾ അവസാനിപ്പിച്ചിരുന്നില്ല. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം, എന്നാൽ നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ ദൈവമേ എന്നും മോണിക്ക പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഭീകരർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വീട് തകർത്ത് അകത്തേക്ക് കയറി. തങ്ങൾ ഒളിച്ചിരുന്ന മുറിയിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് എത്താൻ സാധിച്ചില്ല. ഞാൻ അകത്തുനിന്നും ഡോർ ഹാൻഡിൽ വളരെ ശക്തിയോടെ പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും മോണിക്ക പറയുന്നു. ആ സമയങ്ങളിൽ ഒരിക്കലുമില്ലാത്ത ഒരു ശക്തി തനിക്ക് ലഭിച്ചുവെന്നും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭീകരർ വീടിന് തീയിട്ടു. മരണം തൊട്ടടുത്തെത്തിയ നിമിഷത്തിലും അവൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ദൈവം ഉത്തരം നൽകി. അവർ രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എങ്ങനെ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് ഞങ്ങളെ ദൈവം രക്ഷിച്ചു എന്നാണ് മോണിക്ക പറയുന്നത്. ഒരുപാട് കൗൺസിലിങ്ങിന് ശേഷമാണ് അന്നത്തെ സംഭവങ്ങൾ ഒരു പരിധിവരെ അവൾക്ക് മറക്കാൻ സാധിച്ചത്. മോണിക്കയുടെ ഭർത്താവും 7ഉം 6ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ ഫിലിപ്പീൻസിലാണ് ഉള്ളത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തെ വിളിച്ചാൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മോണിക്ക വെളിപ്പെടുത്തുന്നു.